ഇത് കണ്ടോ, നമ്മൾ വളരെയധികം നിസ്സാരമായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ് ഇത് ചൊറിയണം എന്ന് പറയുന്നത്. അതായത് ഇവിടെ സ്റ്റിങ്ങിങ് നെറ്റിൽസ് അല്ലെങ്കിൽ നെറ്റിൽസ് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ കുറേ ദിവസമായിട്ട് എനിക്ക് ഈ പ്രശ്നമാണ്. ഇത് ഈ ഹേ ഫീവറിൻ്റെ പ്രശ്നമായിരുന്നു. കുറേ ദിവസമായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് വരിക, കണ്ണിങ്ങനെ ഇറിറ്റേറ്റ് ആയിട്ട് ഇങ്ങനെ തോന്നുക, അതുപോലെ തന്നെ കണ്ണ് കടിക്കുക, മൂക്ക് ചൊറിയുക, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ചെറുതായിട്ട് മൂക്കൊലിപ്പ് വരിക, അതുപോലെ തന്നെ തുമ്മലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ ഈ ഒരു നെറ്റിൽസ് അല്ലെങ്കിൽ ഈ ഒരു ചൊറിയണത്തിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായിട്ട് ഇത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഉപകാരം ഇതുകൊണ്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. നാട്ടിലൊക്കെ ഇത് തോരൻ വെച്ച് കഴിക്കുന്നു കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് എനിക്ക് ഈ തുമ്മലിൻ്റെയൊക്കെ പ്രശ്നം അല്ലെങ്കിൽ മൂക്ക് ചൊറിയുന്നത്, കണ്ണ് കടിക്കുന്ന എല്ലാം പ്രശ്നം, ചുമന്ന് വരുന്ന എല്ലാം ഒരുപാട് എനിക്ക് കുറവുള്ളതായിട്ട് തോന്നി. നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. നിങ്ങളുടെ വേറെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം ഉള്ളവർ അല്ലെങ്കിൽ വേറെ അലർജി ഉള്ളവരും മെഡിക്കേഷൻ എടുക്കുന്നവരെല്ലാം പ്രത്യേകം ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ സമ്മറിൽ എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട്. കാരണം പോളൻസ് എന്ന് പറഞ്ഞ സംഭവം ഈ മരത്തിലും ചെടിയിലും എല്ലാം ഉണ്ട്. അതെല്ലാം ഈ ഒരു സമ്മറിലാണ് മെയിനായിട്ട് നമുക്ക് വരും. നമ്മൾ ഇടുന്ന വസ്ത്രത്തിലെല്ലാം അത് കയറി ആവുകയും ചെയ്യും. എന്നിട്ട് വീട്ടിൽ കയറി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് തുമ്മലും ഈ പറഞ്ഞ ഇറിറ്റേഷൻസും എല്ലാം വരും. പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഹിസ്റ്റമിനാണ്. ബോഡിയിലെ ഹിസ്റ്റമിൻ ലെവൽസ് എല്ലാം കുറച്ച് തുമ്മലിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്, നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ BP കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആണ്, സ്കിൻ ഹെൽത്തിന് നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്, മുടിയിലെ ഹെയർ ഫോളിക്കിൾസിനും സ്കാൾപ്പിനും എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മുടി വളരാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ജോയിൻറ്റ് പെയിൻ, ആർത്രൈറ്റിസ്, UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതിനെല്ലാത്തിനും ഇത് വളരെയധികം ഉപകാരം ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത് കേട്ടോ. അപ്പം എനിക്ക് മെയിനായിട്ട് പേഴ്സണലായിട്ട് ഉപകാരം തോന്നിയത് ഹേ ഫീവറിനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിത് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ഒരു കഷ്ണം മിൻറ്റിൻ്റെ ലീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തുളസിയുടെ ഇലയോ എന്തെങ്കിലും ഇടുക, ചെറിയൊരു ഫ്ലേവർ വ്യത്യാസം വരാൻ വേണ്ടി. എന്നിട്ട് അത് കുടിക്കുന്നതിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസമില്ല. സാധാ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് ഞാൻ മിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, റോസ്മേരി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുടിക്കുക. ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ.